നിലാക്കീറിലേക്ക് സ്വാഗതം. അയാൾ കടൽ തീരത്ത് നടക്കാൻ പോയതായിരുന്നു. ഒരു കുട്ടി തീരത്ത് പെട്ടുപോയ നക്ഷത്ര മത്സ്യങ്ങളെ പെറുക്കിയെടുത്ത് കടലിലേക്ക് എറിയുന്നത് അയാൾ കണ്ടു. കൗതുകത്തോടെ അല്പനേരം അത് നോക്കി നിന്നതിന് ശേഷം അയാൾ ചോദിച്ചു, കുഞ്ഞേ, ഇത് ഒരുപാടുണ്ടല്ലോ, കുറച്ചെണ്ണത്തെ പിറക്കി കടലിലിട്ടിട്ട് എന്താവാനാണ്? അപ്പോൾ അവൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ശരിയാണ്, 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാനും പോകും. അതിനിടയ്ക്ക് 10 എണ്ണമൊക്കെ രക്ഷപ്പെടാൻ ഇടയുള്ളൂ. പക്ഷേ ഇവയെ ഞാനും കൂടി അവഗണിച്ചാൽ മറ്റാര് രക്ഷിക്കാൻ വന്നില്ലെങ്കിലോ? അത് പറഞ്ഞ് അവൻ രക്ഷാപ്രവർത്തനം തുടർന്നു. അല്പം കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് മടങ്ങി. കുറച്ചു മുമ്പ് തന്നോട് വർത്തമാനം പറഞ്ഞ ആൾ ഒരിടത്തിരുന്ന് നക്ഷത്ര മത്സ്യങ്ങളെ പെറുക്കി കടലിലേക്ക് എറിയുന്നത് അവൻ അപ്പോൾ കണ്ടു. തീരത്ത് പെട്ടുപോകുന്ന നക്ഷത്ര മത്സ്യങ്ങളെപ്പോലെ ജീവിതം നിശ്ചലമായി പോയ മനുഷ്യരുണ്ട്. പരസഹായമില്ലാതെ അവർക്ക് അതിജീവിക്കാനാവില്ല. അവരെ അവഗണിക്കുകയെന്നാൽ അവരെ ഇല്ലാതാകാൻ അനുവദിക്കലാണ്. വേദനിക്കുന്ന മനുഷ്യരുടെ യാതനയ്ക്ക് യേശു കണ്ടെത്തിയ പരിഹാരത്തിൻ്റെ പേരാണ് അയൽക്കാരൻ. അകന്നുപോകാൻ കാരണങ്ങൾ പലതുള്ളപ്പോഴും അരികിലേക്ക് വന്നയാൾ എന്ന് അയൽക്കാരൻ എന്ന പദത്തെ നിർവചിക്കാമെന്ന് തോന്നുന്നു. ഉപമയിലെ സമരിയാക്കാരൻ്റെ പശ്ചാത്തലത്തിന് ആ വ്യാഖ്യാനം നന്നായി ചേരുന്നുമുണ്ട്. യഹൂദരും സമരിയാക്കാരും തമ്മിൽ സംസർഗമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഏറെക്കുറെ ശത്രുക്കളെ പോലെ അവർ തമ്മിൽ അവഗണിച്ചിരുന്നവരാണ്. അങ്ങനെ അകന്ന് ജീവിച്ചവരായിരുന്നു അവർ. എന്നാൽ മുറിവേറ്റ് കിടന്ന യഹൂദനെ കണ്ടപ്പോൾ സമരിയാക്കാരന് അടുത്ത് ചെല്ലാനാണ് തോന്നിയത്. അയാളുടെ മനസ്സലിഞ്ഞ് മുറിവേറ്റവനെ പരിചരിച്ചു. അവിടം കൊണ്ട് തീരുന്നില്ല. അയാളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടതൊക്കെ സമരിയാക്കാരൻ ചെയ്തു. അങ്ങനെയാണ് അയാൾ മുറിവേറ്റവൻ്റെ അയൽക്കാരനായത്. അയൽക്കാരൻ എന്നത് സ്ഥലസംബന്ധിയായ ഒരു പദമല്ല, മറിച്ച് അതൊരു നിലപാടാണ്. വേദനിക്കുന്നവനോടുള്ള പ്രതികരണമാണ്. അത് കരുതലർഹിക്കുന്നവരുടെ അരികിലേക്ക് പോവാനുള്ള വിളിയാണ്. നല്ല സമരിയാക്കാരൻ്റെ ഉപമ വായിച്ചു കേൾക്കുമ്പോൾ മറ്റുള്ളവരെ കുറച്ചുകൂടി പരിഗണിക്കണം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ കരുണ കാട്ടേണ്ട നേരങ്ങളിൽ നാം അതിന് മടിക്കും. അത് നമ്മൾ കഠിനഹൃദയരായതുകൊണ്ടല്ല, ബാധ്യതയാകുമോ എന്ന ആശങ്ക, നഷ്ടങ്ങളെക്കുറിച്ചുള്ള പേടി, ഇതിലും പ്രധാനപ്പെട്ടത് എനിക്ക് ചെയ്യാനുണ്ട് എന്ന തോന്നൽ, ഇതൊക്കെ മറ്റൊരാൾ ചെയ്യേണ്ടതാണ് എന്ന വിചാരം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും പലരെയും നമ്മൾ അവഗണിച്ചിട്ടുള്ളത്, കണ്ടില്ലെന്ന് നടിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ നല്ല തിരക്കിലായിരിക്കാം. അങ്ങനെ നമുക്ക് സ്വയം കുറ്റപ്പെടുത്താതിരിക്കാൻ കാരണങ്ങൾ പലതുണ്ടാവും. പക്ഷേ അവർക്ക് വേണ്ടി അത് ചെയ്യാൻ മറ്റാരുമില്ല എന്നതാണ് പ്രശ്നം. ഞാനത് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നതാണ് നമ്മുടെ ഉള്ളിലുള്ള ചോദ്യം. പക്ഷേ ഞാനത് ചെയ്തില്ലെങ്കിൽ അവർക്കെന്ത് സംഭവിക്കും എന്നാണ് സുവിശേഷം ചോദിക്കുന്നത്. അവരെന്നാൽ വഴിയരികിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവർ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ജീവിതത്തിന് അർത്ഥം കണ്ടെത്താനാവാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ, ആശുപത്രിയിൽ പോകാൻ ഒരാളെ കൂട്ടുകിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവർ, കഴിഞ്ഞ ദിവസം കണ്ട സ്വപ്നത്തെക്കുറിച്ച് ആരോടും പറയാനാവാതെ ഉറങ്ങാൻ കഴിയാത്തവർ, കൂടെ ഞാനുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിർത്തിവെച്ചത് വീണ്ടും തുടങ്ങാൻ തയ്യാറുള്ളവർ, നീ ഓക്കെ ആണോ എന്ന് ഒരാളെങ്കിലും ചോദിച്ചിരുന്നെങ്കിലെന്ന് ആശിക്കുന്നവർ, അങ്ങനെ എത്രയോ പേരാണ് ഒരയൽക്കാരന് വേണ്ടി കാത്തിരിക്കുന്നത്. വീണുപോയവർ മനുഷ്യരെ ഓർമ്മിക്കുന്നത് 3 വിധത്തിലാണ്. വീഴ്ചയ്ക്ക് കാരണമായവർ, അവഗണിച്ചു പോയവർ, അരികിലേക്ക് വന്നവർ. പല കാരണങ്ങൾ കൊണ്ട് വീണുപോയവർ നമുക്ക് ചുറ്റുമുണ്ട്. ഞാൻ കണ്ടുമുട്ടിയവർ എന്നെ എങ്ങനെയായിരിക്കും ഓർക്കുക? എല്ലാവരെയും എനിക്ക് സഹായിക്കാനാവില്ല. പക്ഷേ ഒരാളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്താൻ നമുക്ക് കഴിയും. നമുക്കേ കഴിയും. കാരണം അവരെ കണ്ടത് ചിലപ്പോൾ നമ്മൾ മാത്രമായിരിക്കും. ശരിയാണ്, നഷ്ടമുണ്ടായേക്കാം, ബാധ്യതയായേക്കാം. പക്ഷേ നമ്മളത് ചെയ്തില്ലെങ്കിൽ നാളെ അവർ ഉണ്ടായില്ലെങ്കിലോ? പ്രാർത്ഥിക്കാം. ഈശോയെ, കരുണ കാണിക്കാനുള്ള ധൈര്യം എനിക്ക് നൽകണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.